അപ്പൊ ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? അതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. കാരണം നമ്മൾ ഇന്നലെ പഠിച്ചത് എന്താ? ഡിവിഷന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിച്ചത് അല്ലേ? യെസ് ശ്രീനന്ദ, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഡിവിഷന്റെ കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. ആ പറഞ്ഞുകൊടുത്തോളം എല്ലാവർക്കും ക്ലിയർ ആണോ? കാരണം നമ്മൾ ഡിവിഷന്റെ പ്രോബ്ലംസ് ചെയ്തിട്ടാണ് ഇന്ന് തുടങ്ങാൻ പോണേ. അപ്പൊ നമുക്ക് ഡിവിഷന്റെ ആ കൺസെപ്റ്റ് ക്ലിയർ ആവണം അല്ലേ? നമ്മൾ എന്താ പറഞ്ഞത് ഇന്നലെ? മിഠായിയുടെ കഥ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയല്ലേ? അല്ലേ? ആ മിഠായിയുടെ കഥ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാവും. നമുക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. അപ്പൊ എന്ത്? ഹരണം. നമുക്ക് എന്തെങ്കിലും കുറച്ച് വലിയൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പകുതി നമ്മുടെ അനിയനോ അനിയത്തിക്കോ അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിക്കോ ഒക്കെ കൊടുക്കണം. ആ പകുതിയാക്കുക അല്ലെങ്കിൽ അതിനെ ഭാഗം വെക്കുക എന്നുള്ളതാണ് ഹരണം എന്ന് പറഞ്ഞത് അല്ല. അപ്പൊ ഭാഗം വെക്കുക എന്നുള്ള ആ സംഭവത്തിനാണ് നമ്മൾ ഹരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഒരു 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിനെ 10നെ 2 ഭാഗങ്ങളായി തുല്യ ഭാഗങ്ങളായി ഭാഗം ചെയ്യുക. അതാണ് എന്ത്? ഹരണം. റൈറ്റ്? യെസ്. അപ്പൊ നമുക്ക് എല്ലാതും കൂടി ഒന്ന് വേഗം നോക്കാം. യെസ്. അപ്പൊ നമ്മൾ തുടക്കത്തില് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, പിന്നെ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് പഠിച്ചു, റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ രേഖീയ സംഖ്യ, ദെൻ നാച്ചുറൽ നമ്പേഴ്സ് അതായത് എണ്ണൽ സംഖ്യ, ഹോൾ നമ്പേഴ്സ് അഖണ്ഡ സംഖ്യ, ഇൻഡിജേഴ്സ് പൂർണ്ണസംഖ്യകൾ, റേഷണൽ നമ്പേഴ്സ് ഭിന്നകങ്ങൾ, ഇറേഷണൽ നമ്പേഴ്സ് അഭിന്നകങ്ങൾ, ഇതൊക്കെ പറഞ്ഞിരുന്നു നമ്മള്. പിന്നെ നമ്മൾ ഓപ്പറേഷൻസിലേക്ക് കടന്നു. അഡീഷൻ പഠിച്ചു, സബ്സ്ട്രാക്ഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. ദെൻ നമ്മൾ ഡിവിഷനിലേക്കാണ് കടന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇന്ന് എടുക്കുന്നത് വരെ പഠിച്ചിട്ട് ഒരുമിച്ച് നമുക്ക് ഈ നോട്ട് ഷെയർ ചെയ്യാം. അപ്പൊ അഡീഷന്റെ 3 ഡിജിറ്റ് പഠിച്ചു, സബ്സ്ട്രാക്ഷൻ ഇന്നലെ നമ്മൾ തുടങ്ങി, ആൻഡ് അഗെയിൻ 3 ഡിജിറ്റ് സബ്സ്ട്രാക്ഷൻ പഠിച്ചു. നൗ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഡിവിഷൻ പഠിച്ചു അല്ലേ? ഡിവിഷനിൽ നിന്നാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ ഈ PPT ഷെയർ ചെയ്യുമ്പോൾ യെസ് എല്ലാവരും തംസ് അപ്പ് ഒക്കെ ഇടുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് തന്നെയല്ലേ? ബോറടിക്കണമെന്നില്ലല്ലോ? ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എന്ത് വിചാരിക്കുന്നു ഒന്നും പറയണ്ട. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് നേരിട്ട് എന്നോട് സംസാരിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ചാറ്റിലൂടെയാണ്, അത് ആരും മറക്കരുത്. അപ്പൊ എന്തുണ്ടെങ്കിലും ക്ലിയർ ആയിട്ട് ചാറ്റിലൂടെ കൺവേ ചെയ്യാം. ഓക്കെ, ഹായ് 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 വരുന്നവരൊക്കെ ഒന്ന് പേര് വേഗം ഇടുക കേട്ടോ. അപ്പോൾ എല്ലാവരും വരുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും വേഗം പേരും കൂടിയൊക്കെ ഇടുക. അപ്പൊ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് വിളിച്ച് തന്നെ കൺവേ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ ഡിവിഷനാണ് നമ്മൾ എന്താ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇനി അതിന്റെ കൺസെപ്റ്റിലേക്ക് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണില്ല. നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് എന്താണ്, ഹരണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തിനാണ് നമ്മൾ ഹരിക്കുന്നത് അത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ വേർഡ്സ് പഠിക്കാം. എല്ലാത്തിലും കുറെ ടേംസ് ഉണ്ട് അല്ലെ? അത് പഠിക്കാം നമുക്ക്. ഓക്കെ, മോംസ് കിച്ചൺ എന്ന് പറഞ്ഞ ആളുടെ നെയിം ഇട്ടിട്ടില്ല. യെസ്. ഡിവിഷൻ ഒന്നും കൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ അതൊന്നൊന്ന് തുടങ്ങാം എന്നാല്. ഓക്കെ, അപ്പൊ ഡിവിഷൻ നമ്മൾ എന്താ പറഞ്ഞത്? ഹരിക്കുക. നമുക്കൊരു വലിയ സംഖ്യ തന്നിട്ടുണ്ട്, അതിനെ ഭാഗങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് ഹരിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് 20 ഹരണം 5 എന്നാണ് പറയുന്നതെങ്കിൽ 20 എന്ന് പറയുന്ന ആ ഒരു സംഖ്യനെ 5 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ഒരു രീതിയിൽ പറയാം. അല്ലെങ്കിൽ 20 എന്ന് പറയുന്ന ആ സംഖ്യയിൽ എത്ര അഞ്ചുകളുണ്ട് എന്നും നമുക്ക് നോക്കാം. ഇത് രണ്ടുമാണ് ഹരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? 20നെ 5 ഭാഗങ്ങൾ, അല്ലെങ്കിൽ 20 എന്ന് പറയുന്ന സംഖ്യയിൽ എത്ര അഞ്ചുണ്ട്? എത്ര അഞ്ചുണ്ട്? ഒരു 5, രണ്ടാമത്തെ 5 കൂടി ആയിക്കഴിഞ്ഞാൽ 10, മൂന്നാമത്തെ 5 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 15, നാലാമത്തെ 5 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 20. അപ്പോ 20 എന്ന സംഖ്യയിൽ 4 അഞ്ചുകളുണ്ട്.
മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ ഹരണത്തിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ഇനി നമുക്ക് അതിന്റെ കുറെ വേർഡ്സ് പഠിക്കാനുണ്ട്. മൾട്ടിപ്ലിക്കേഷനിലും അഡീഷനിലും സബ്സ്ട്രാക്ഷനിലും ഒക്കെ ആകെ സംഖ്യകൾ മാത്രമേ ഉള്ളൂ അല്ലെ. രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നു, കുറയ്ക്കുന്നു, ഗുണിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഹരണത്തില് നമുക്ക് ഏത് നമ്പറിനെയാണോ ഹരിക്കുന്നത്, ഏത് നമ്പർ കൊണ്ടാണോ ഹരിക്കുന്നത്, ഇതിന് ഉത്തരമായി കിട്ടുന്നത് വേറൊരു നമ്പർ ആയിരിക്കും. ചിലപ്പോ കറക്റ്റ് ആയിട്ട് പോണമെന്നില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കേ, 22 അതില് 5 എത്ര തവണ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 5 + 5 + 5 + 5 ആണ് 20 അല്ലേ? യെസ്. വേറെ ആർക്കെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഒരാള് നോ വോളിയം എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും ഇഷ്യൂ ഉണ്ടോ? മൊത്തത്തിലുള്ള ഇഷ്യൂ ആണെങ്കിൽ ഒന്ന് പറയണേ. വേറെ ആർക്കും ഇഷ്യൂ ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ ഒന്ന് റിഫ്രഷ് ചെയ്താൽ ശരിയാവും. ഓക്കെ, യെസ്. കാശിനാഥ് ജോയിൻ ചെയ്തിട്ടുണ്ട്. റൂബൻ ഓക്കെ, ഇന്നലത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, പ്രോബ്ലം തരാലോ. പ്രോബ്ലം നമുക്ക് പഠിക്കാം. ഇതിന്റെ ഒന്ന് കൺസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോബ്ലമാണ് പഠിക്കാൻ പോണത്. ഓക്കെ, യെസ്. അപ്പോൾ അഭിനേഷ് സുവീർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിരുന്നേ? അപ്പോ 22 എന്നുള്ളൊരു നമ്പറിൽ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 5 + 5 + 5 + 5 20 ആയുള്ളൂ. ബാക്കി 2 ഉണ്ട് അല്ലേ? അതില് 5 പോവോ? ബാക്കിയുള്ളത് 2 ആണ്. അതില് 5 പോവില്ല. അപ്പൊ റിമൈൻഡർ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും കറക്റ്റ് ആയിരിക്കില്ല അല്ലെ കിട്ടുന്ന വാല്യൂ ഏതിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 10 മിഠായിക്ക് പകരം 11 മിഠായ കിട്ടിയെന്ന് വിചാരിക്കാം. 11 മിഠായി കിട്ടി. അപ്പോ നിങ്ങൾക്കും നിങ്ങളുടെ അനിയനും കൂടി ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് 5ഉം 5ഉം ആക്കി കൊടുത്തു കഴിഞ്ഞാലും ഒരെണ്ണം അപ്പോഴും ഇവിടെ ബാക്കി വരും. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഞാൻ ആ ഒരെണ്ണം എടുത്തോളാം. അപ്പൊ അനിയൻ എന്ത് പറയും? വേണ്ട, ആ കൂടുതൽ വന്ന ഒരെണ്ണം എനിക്ക് വേണം എന്ന് അല്ലേ? അപ്പൊ എന്തായി? അവിടെ അടിയായി, വഴക്കായി, പ്രശ്നമായി, അമ്മ വരണം, പിടിച്ചു മാറ്റണം അല്ലേ? ഭയങ്കര പ്രശ്നമാവില്ലേ അവിടെ? അങ്ങനത്തെ സംഖ്യകളാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആ കൂടുതൽ വന്ന ഒരെണ്ണവും സ്കെയിലൊക്കെ വെച്ച് മുറിച്ച് 2 പേരെടുക്കും അല്ലേ? അങ്ങനത്തെ പരിപാടി ഉണ്ടോ നിങ്ങൾക്ക്? കൂടുതൽ വരുന്ന സാധനം സ്കെയിൽ വെച്ച് മുറിക്കുക, അല്ലെങ്കിൽ ഒരു മിഠായി ഉള്ളെങ്കിൽ അത് വെച്ച് മുറിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരെണ്ണം അമ്മയ്ക്ക് കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. അത് നല്ല കാര്യാട്ടാ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അതും നല്ലതാ. പക്ഷെ നമ്മളിവിടെ ഹരിക്കലല്ലേ പഠിക്കണേ. അപ്പൊ നമുക്ക് അതും ഹരിക്കണം. മനസ്സിലായോ? അപ്പൊ എപ്പോഴും എല്ലാ നമ്പറിലും കറക്റ്റ് ഈക്വൽ ആയിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റില്ല. 22നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് 5 ഈക്വൽ ഭാഗങ്ങളാക്കാൻ പറ്റില്ല. 4 ഈക്വൽ ഭാഗങ്ങളാക്കിയതിന് ശേഷം നമുക്ക് 2 എന്നുള്ള ഒരു റിമൈൻഡർ അല്ലെങ്കിൽ ശേഷം എന്ന് പറയുന്ന ഒരു സാധനം കൂടെ അവിടെ വരും. ഓക്കെ, സോ അതാണ് നമുക്ക് വീണ്ടും പഠിക്കാനുള്ള അടുത്ത ടേം, അതായത് റിമൈൻഡർ അല്ലെങ്കിൽ ശേഷം. ഓക്കെ, അപ്പൊ 4 കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഡിവിഡൻഡ്, ഏത് നമ്പറിനെയാണോ നമ്മൾ ഹരിക്കുന്നത്, വിഭജ്യമായ സംഖ്യ അല്ലെങ്കിൽ ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യ. ഓക്കെ, ആൻഡ് ഡിവൈസർ ആൻഡ് ദ നമ്പർ യു ഡിവൈഡ് ദ ഡിവിഡൻഡ്, അതായത് ഏത് നമ്പർ വെച്ചാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കോഷ്യന്റ്, അതാണ് ഉത്തരം. കോഷ്യന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ആൻഡ് റിമൈൻഡർ, നമ്മൾ ഡിവൈഡ് ചെയ്തതിന് ശേഷവും ബാക്കി വരുന്ന നമ്പറാണ് റിമൈൻഡർ. ഈ 4 കാര്യങ്ങളും ക്ലിയർ ആയോ എല്ലാവരും? വേഗം ഒന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞോളൂ എല്ലാവരും. ഇത് 4ഉം ക്ലിയർ ആയെങ്കിൽ വേഗം ഒന്ന് പറഞ്ഞോ, എന്നിട്ട് നമുക്ക് പ്രോബ്ലംസിലേക്ക് പോകാം. ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് വീണ്ടും പറയാനുണ്ട്, അതിനാണ് ചോദിക്കുന്നത്. വേഗം പറഞ്ഞോ. നമുക്ക് ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്. ഓക്കെ, പേരുകൾ പറയുന്നുണ്ട് എല്ലാവരും. ഓക്കെ, അക്ഷിത ഗിരീഷ്. യെസ്. അപ്പൊ എനിക്ക് തോന്നുന്നു
ചിലർക്ക് മാത്രം നോ വോളിയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടുത്തെ ഇഷ്യൂ എന്തെങ്കിലും ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. കാരണം ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയി കേൾക്കുന്ന എന്താണ് പറയുന്നത്. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും യെസ് എന്ന് പറയുന്നുണ്ട്. ഇനി ക്ലിയർ ആവാത്തതുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെയാണെങ്കിൽ നോ എന്ന് പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഈ 4 ടേംസ് അത് മാത്രമേ ഞാൻ പറയണു. ഈ 4 ടേംസ് ഡിവിഡന്റ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ. അതായത് ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യ ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ ഏത് നമ്പർ വെച്ചിട്ടാണ് ഭാഗം ചെയ്യുന്നത്, പിന്നെ അതിന്റെ ഉത്തരമായി കിട്ടുന്നതിനെയാണ് കോഷ്യന്റ് അല്ലെങ്കിൽ ഭാഗഫലം എന്ന് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ബാക്കി വരുന്ന സംഖ്യയാണ് റിമൈൻഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശേഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആവാത്ത ആൾക്കാർക്ക് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കത് ക്ലിയർ ആവും. നോക്കി നോക്ക് കേട്ടോ. യെസ്, അപ്പൊ നമുക്കൊരു ഉദാഹരണം വെച്ച് തുടങ്ങാം. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ക്ലിയർ ആവും. ഓക്കെ, കുറച്ച് പേരൊക്കെ നോ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ 20 ഡിവൈഡഡ് ബൈ 5 ആണ് നമ്മൾ ചെയ്യുന്നത്. 20 ഹരിക്കണം 5. അപ്പൊ നോക്കിയേ, 20 എന്ന് പറയുന്ന സംഖ്യയാണ് ഇവിടുത്തെ എന്ത്, ഡിവിഡന്റ്. ഹോംവർക്ക് തരുമോ? തരാലോ, ഹോംവർക്ക് തരാൻ പേടിക്കണ്ട. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 5 ആണ് നമ്മുടെ എന്ത് പ്രോബ്ലം. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ നോക്കിക്കോ, 20 ചെയ്യുന്നത്. അപ്പൊ ഈ 20നെയാണ് നമ്മൾ ഹരിക്കുന്നത് അല്ലെ. ഈ 20നെയാണ് നമ്മൾ 5 തുല്യ ഭാഗങ്ങളാക്കി ഹരിക്കാൻ പോകുന്നത്. ഈ 20നെ അല്ലെങ്കിൽ ഈ 20ല് എത്ര 5കൾ ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യ അല്ലെ. അതായത് എന്ത്, ഡിവിഡന്റ്. മനസ്സിലായോ? അതാണ് എന്ത്, ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യ. ഓക്കെ, ഇനി ഈ 5 കൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഹരിക്കാൻ പോകുന്നത്. 20നെ 5 കൊണ്ടാണ്, അല്ലെങ്കിൽ 20ൽ എത്ര 5കളുണ്ട്. അപ്പൊ ഏത് നമ്പർ വെച്ചിട്ടാണോ മറ്റേ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹരിക്കുന്നത്, അതാണ് നമ്മുടെ എന്ത്, ഡിവൈസർ. ഡിവൈസർ. ഓക്കെ, ഇനി ഇത് നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. 20 5 ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, പുറത്തേക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാല് അതിനെ അല്ലേ. ഇതിൽ നമ്മൾ എങ്ങനെയാ ഇതിനെ പഠിക്കുക, എങ്ങനെയാ ഹരിച്ച് തുടങ്ങുക? നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ഈ 2ല് ഈ 5 പോകുമെന്ന് നോക്കും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എല്ലാവരും ശ്രദ്ധിക്കുക. 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം കെടുക്കുന്ന നമ്പറിൽ ഈ നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഈ നമ്പറിനേക്കാൾ വലുതാണോ ചെറുതാണോ ഈ നമ്പർ എന്ന് നോക്കുക. ഈ 2 എന്ന് പറയുന്നത് 5നേക്കാൾ വലുതാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് 2നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് അടുത്തതും കൂടിയുള്ള ഈ മൊത്തം സംഖ്യ നോക്കും. അപ്പൊ 20ലാണ് നമുക്കിത് നോക്കേണ്ടത്. അപ്പൊ ഇനി നമ്മൾ എന്ത് അറിയണം, ഇവിടെ 5ന്റെ ഗുണനപ്പട്ടിക അറിയണം. എന്നാലാണ് 5 എത്ര വരുമ്പോഴാണ് 20 ആകുക എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. 1 ഗുണം 5 5, 2 ഗുണം 5 10, 3 ഗുണം 5 15, 4 ഗുണം 5 ആണ് 20. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 4 ഗുണം 5 ആണ് 20 അല്ലെ. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. എത്ര വെച്ച് ഗുണിക്കുമ്പോഴാണോ ഇവിടത്തെ സംഖ്യ കിട്ടുന്നത്, അതാണ് നമ്മൾ ഇവിടെ മുകളിൽ എഴുതേണ്ടത്. എത്ര വെച്ച് ഈ സംഖ്യയെ ഗുണിക്കുമ്പോഴാണോ നമ്മുടെ ഇവിടത്തെ വാല്യൂ കിട്ടുന്നത്, അതാണ് നമ്മുടെ കോഷ്യന്റ് അല്ലെങ്കിൽ ഭാഗഫലം.
അതാണ് ഇവിടെ മുകളിൽ എഴുതുന്നതാണ് എന്ത്, കോഷ്യന്റ് അല്ലെങ്കിൽ ഭാഗഫലം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ടല്ലേ നമുക്കിവിടെ. ഈ ഇപ്പൊ നമ്മൾ എഴുതിയ ഈ സംഖ്യയും ഇവിടെ മുകളിലുള്ള സംഖ്യയും തമ്മിൽ കുറയ്ക്കണം, സബ്സ്ട്രാക്ട് ചെയ്യണം. 20 മൈനസ് 20 എന്ന് പറഞ്ഞാൽ എന്താ വരിക, 0. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് റിമൈൻഡർ അല്ലെങ്കിൽ ശേഷം. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ? യെസ്. എന്താണ് വേണ്ടെന്ന് പറയുന്ന എല്ലാവരും? ഞാൻ അവിടെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിങ്ങൾ പറയണത് കാണാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇടയിൽ മിസ്സായി പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ യെസ്, ഇങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കുന്നത്, ഡിവിഡൻഡ്, ഡിവൈസർ ആൻഡ് കോഷ്യന്റ്, റിമൈൻഡർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്താണ് ഡിവിഡൻഡ്, അല്ലെങ്കിൽ എന്താണ് ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യ, എന്താണ് ഡിവൈസർ, അല്ലെങ്കിൽ ഏത് നമ്പർ കൊണ്ടാണോ ഭാഗം ചെയ്യുന്നത് എന്നുള്ള സംഖ്യ, കോഷ്യന്റ് ഭാഗഫലം, റിമൈൻഡർ ശേഷം, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ആർക്കെങ്കിലും? അതായത് ക്ലിയർ ആയിട്ട് കേൾക്കാത്തതോ കാണാത്തതോ ആയ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കാരണം 1 or 2 പേരാണ് ഇതില് പറയുന്നത് എന്തോ റേഞ്ച് പ്രോബ്ലം എന്ന്, പക്ഷെ ബാക്കി ആരും ഒന്നും പറയുന്നില്ല. സോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും എന്ന്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒന്ന് വേഗം പറയണേ. ഓക്കെ, നോ ഡൗട്ട്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, സോ മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി മനസ്സിലാവാത്തവരൊന്ന് പറഞ്ഞേ, ഒന്നും കൂടെ പറയാം നമുക്ക്. ഓക്കെ, വീണ്ടും പഠിക്കാൻ നമുക്ക്. ഒന്നും കൂടി വേഗം പറഞ്ഞോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞോളൂ. ഞാൻ ഈ ക്ലാസ് എടുത്തതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ചാറ്റും കൂടെ ഒന്ന് എടുക്കുമ്പോഴാണ് ഇടയിൽ ഒരു ഗ്യാപ്പ് വരുന്നത്. അതെല്ലാവരും ഒന്നും മനസ്സിലാക്കണം കേട്ടോ. അതായത് എനിക്ക് ഫ്ലോയിൽ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കൂടി എനിക്ക് കൺസിഡർ ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ടാണ് ചെറിയൊരു ഫ്ലോ പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി എല്ലാം ക്ലിയർ അല്ലേ? ഡിവിഡൻഡ് ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യ, ഡിവൈസർ ഏത് സംഖ്യ കൊണ്ടാണോ നമ്മൾ ഭാഗം ചെയ്യുന്നത്, വിഭജക സംഖ്യ, കോഷ്യന്റ് ഭാഗഫലം, ഓക്കെ, ആൻഡ് റിമൈൻഡർ ശേഷം. ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും വേഗം ഒരു തംസപ്പ് ഇടൂ, വേഗം ഇട്ടോളൂ, വേഗം ഒരു തംസപ്പ് ഇട്ടോ. ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറയണ്ട എല്ലാവരും. ഓക്കെ, അപ്പൊ ചിലർക്ക് 1 or 2 പേർക്ക് മാത്രമാണ് ഈ പ്രോബ്ലം വരുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റേഞ്ചിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ഹോംവർക്ക് ഉണ്ട്, നല്ലോണം ഹോംവർക്ക് ഉണ്ട് കേട്ടോ. മാത്രല്ല അടുത്ത ദിവസം നമ്മൾ അതൊക്കെ ചെയ്ത് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഓക്കെ, വേഗം തംസപ്പെട്ടെ എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആവ്. 46 പേരുണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് 46 തംസപ്പ് കിട്ടണം അല്ലേ? വേഗം വേഗം വേഗം. തംസപ്പ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, ഹൃത്തിക്ക് ഇട്ടിട്ടുണ്ട്. ആരാണ് ഹോംവർക്ക് വേണ്ടെന്ന് പറയണേ? ഹോംവർക്ക് വേണം. ഹോംവർക്ക് ഇല്ലാണ്ട് എളുപ്പമുള്ള ഹോംവർക്കാ നമ്മൾ പഠിക്കാൻ പോണേ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഇവിടെ മാത്രം ഇരുന്നാലും നമ്മുടെ മാത്സ് ശരിയാവില്ല. നമ്മൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണം അല്ലേ? വെറുതെ നമ്മൾ അവിടെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ? എൻട്രൻസ് കിട്ടുമോ? ഇല്ല. അപ്പൊ നമുക്ക് നല്ല കുട്ടികളായിരുന്നിട്ട് കളിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം വന്നിരുന്ന് മാത്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. OMR എക്സാം ആണ്, അപ്പൊ അതെപ്പോഴും ഓർക്കണം. അപ്പൊ ഈ നവോദയയിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ സുഖായില്ലേ? നമുക്ക് സ്പോർട്സ് ഉണ്ട്, ആർട്സ് ഉണ്ട്, പിന്നെ എന്തോരം പരിപാടികളാ. എന്ത് സുഖായിരിക്കും പഠിക്കാൻ. നിങ്ങൾ അവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷന്റെ സ്റ്റാൻഡേർഡും കൂടും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറച്ചൊക്കെ ഒന്ന് പണിയെടുക്കണം. ഓക്കെ ഓക്കെ, സോ ഇനി നമുക്ക് പ്രോബ്ലം ചെയ്ത് തുടങ്ങിയാലോ? നമുക്ക് പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. അപ്പോ ഓക്കെ, ഹോംവർക്ക് വേണ്ടെന്നാണോ വേണം എന്നാണോ നിങ്ങൾ പറയുന്നേ?
ഹോംവർക്ക് തരണം എന്ന് പറയുന്നുണ്ട്, നല്ല ഹോംവർക്ക് വേണം എന്ന് പറയുന്നുണ്ട്. ഹോംവർക്ക് തരാം, പേടിക്കണ്ട, ഹോംവർക്ക് എന്തായാലും തരാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. യെസ്, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള ഡിവിഷൻസ് ആണ്. അപ്പൊ വേഗം ഒന്ന് ചെയ്താലോ നമുക്ക്. നോക്കിക്കോ, ഫസ്റ്റത്തെ പ്രോബ്ലം 9 ഡിവൈഡഡ് ബൈ 3, അതായത് 9 എത്ര 3കൾ ഉണ്ട്. അപ്പൊ നോക്കുക, ഫസ്റ്റ് ഞാൻ എന്താ പറഞ്ഞ നിങ്ങളോട്, ഫസ്റ്റ് കിടക്കുന്ന ഈ നമ്പറിൽ ഇവിടെ ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് അത് എത്ര തവണയുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിനു മുന്നേ നമ്മൾ നോക്കി ഇതാണ് നമ്മുടെ ഡിവിഡൻഡ്. ഇവിടുത്തെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇതാണ്, അല്ലെങ്കിൽ ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യ അല്ലേ. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ ഡിവൈസർ. ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് ഇത്. അത് രണ്ടും എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്ത് തുടങ്ങാം. അപ്പൊ നമുക്കറിയാലേ 9 എത്ര 3 ഉണ്ട്? 3 ഉത്തരം. അത് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിച്ചേ? നമ്മൾ 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് പറഞ്ഞു നോക്കിയാലാണ് നമുക്ക് ഇവിടുത്തെ ഉത്തരം കിട്ടുക. 1 ഗുണം 3 3, 2 ഗുണം 3 6, 3 ഗുണം 3 9. അപ്പൊ നമ്മൾ ഏറ്റവും കാര്യമായിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ ഡിവൈസർ ആയി കിടക്കുന്ന ഈ ഇവിടത്തെ ഏതാണോ സംഖ്യ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അതെന്തായാലും അറിഞ്ഞിരുന്നാലാണ് നമുക്ക് ഹരിക്കല് നല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗുണനപ്പട്ടിക അറിയാണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട് ആൻസർ ഒക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്. എന്താണ് വേണ്ടെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. പ്രോബ്ലം ചെയ്യണ്ടെന്നാണോ പറയുന്നത്? ഹോംവർക്ക് വേണ്ടെന്നാണ് പറയുന്നത് അല്ലേ? ഓ, അതെന്താ ഹോംവർക്ക് വേണ്ടാത്ത? ഹോംവർക്ക് വേണം. ഹോംവർക്ക് ഇല്ലാണ്ട് നമുക്ക് ശരിയാവില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയണ്ടേ. ഹോംവർക്ക് വേണോ? ഓക്കെ, അത് പറ്റില്ല കേട്ടാ, ഹോംവർക്ക് എന്തായാലും വേണം. അപ്പൊ നമുക്കിനി പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു 1 ഗുണം 3 3, 2 ഗുണം 3 6, 3 ഗുണം 3. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഇവിടെ എഴുതുന്ന ഈ സംഖ്യ ഇൻറ്റു ഇവിടെ കിടക്കുന്ന ഈ സംഖ്യ ചെയ്യുമ്പോ നമുക്ക് ഈ വാല്യൂ കിട്ടണം. മനസ്സിലായോ? അതായത് കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ, അതാണ് നമ്മുടെ ഡിവിഡൻഡ്. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടി 3 ഗുണം 3 എന്ന് പറയുന്നത് 9 അല്ലേ. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ നമ്പറിനെയും തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യാ. അപ്പൊ എത്ര കിട്ടുക നമുക്ക് ഇവിടെ? 0. അപ്പൊ നമ്മുടെ റിമൈൻഡർ 0. കോഷ്യന്റ് കിട്ടിയത് എത്രയാണ്? 3. അപ്പോ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, റിസൾട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത് കണ്ടുപിടിക്കാനാണ്? കോഷ്യന്റ്. ഓക്കെ, അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ചോദ്യം വരിക റിമൈൻഡർ കണ്ടുപിടിക്കാനായിരിക്കും. അപ്പൊ നിങ്ങൾ 3 നല്ല അവിടെ എഴുതേണ്ടത്. റിമൈൻഡർ കണ്ടുപിടിക്കാൻ വരികയാണെങ്കിൽ 0 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണോ ആ വേർഡ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. ചിലപ്പോ റിമൈൻഡർ കണ്ടുപിടിക്കാൻ ചോദിക്കും, ചിലപ്പോ കോഷ്യന്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ, ഒരുപാട് പേര് ഇതാ കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്, ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്, ഓക്കെ. ആദിദേവ് 2ാമത്തെയും 3ാമത്തെയും ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഹൃതിക കമന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ പേരും നോക്കി നോക്കട്ടെ. യെസ്, ഐ നീഡ് ഹോംവർക്ക്. ഗബ്രിയോ പറയുന്നുണ്ട് ഹോംവർക്ക് വേണമെന്ന്. ഹോംവർക്ക് തരാം. ഹോംവർക്ക് ഇല്ലാതെ എന്താ നമുക്ക്? മാത്സ് എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് അല്ലേ. ആൻഡ് റാദുൽ കമന്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ആദിദേവ് 5 എണ്ണൊക്കെ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, സോ നീതു ചെയ്തിട്ടുണ്ട്. ഓൾ ക്വസ്റ്റ്യൻ റിമൈൻഡേഴ്സ് ആർ 0. ഹൃതിക പറഞ്ഞത് യെസ്, ഇവിടെ അത് കറക്റ്റ് ആണ്. ഇവിടത്തെ എല്ലാത്തിലും അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നീതു യെസ്.
ഹൃത്തിക ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ചെയ്തേ എല്ലാവരും. വേഗം നല്ല ആക്റ്റീവായിട്ട് ചെയ്തേ. നമുക്ക് അടുത്തത് ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് നോക്കിയേ. 6 ഹരിക്കണം 2 ആണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, 6 എന്ന് പറയുന്ന സംഖ്യയിൽ എത്ര 2 ഉണ്ടെന്ന് അറിയാൻ നമ്മൾ ഏതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കണം? 2ന്റെ. 1 ഗുണം 2 2, 2 ഗുണം 2 4, 2 ഗുണം 3 ആണ് 6. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ, ഇവിടെ എഴുതേണ്ടത് 3 ആണ്. അതായത് ആ 3 ഗുണം ഈ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടത്തെ സംഖ്യ കിട്ടണം. 6 മൈനസ് 6 എത്രയാ? 0. അപ്പോ ഈ 3 ആണ് ഇവിടത്തെ കോഷ്യന്റ് അല്ലെങ്കിൽ ഭാഗഫലം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസർ. ഏത് സംഖ്യ കൊണ്ടാണോ ഭാഗം ചെയ്യുന്നത്, ഇതാണ് ഡിവിഡൻഡ് അതല്ലെങ്കിൽ ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യ. ഇതാണ് റിമൈൻഡർ അല്ലെങ്കിൽ ശേഷം. ക്ലിയർ ആയല്ലോ? അടുത്തതൊന്ന് ചെയ്ത് നോക്കൂ. 4 ഹരിക്കണം 2. 1 2s are 2, 2 2s ആണ് 4, റൈറ്റ്? അപ്പൊ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഏതാ? 2. ഇനി ഈ 2 ഇൻറ്റു ഈ 2 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 4 കിട്ടി, 0. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒക്കെ ഉത്തരം കണ്ടുപിടിക്കുക. ഇത് എളുപ്പല്ലേ? യെസ്, ഫിനിഷ്ഡ്. യെസ്, വെരി ഗുഡ്. കുറെ പേരൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഹൃത്തിക എല്ലാത്തിന്റെ ഉത്തരം പറയുന്നുണ്ട്, ആദിദേവ് പറഞ്ഞു, ആൻഡ് അന്നിക, യെസ്, എല്ലാവരും പറയുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണു കേട്ടോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഹരിക്കലില് ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഹരണം വരുമ്പോ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എന്നാ ഞാൻ വേറൊരെണ്ണം തരട്ടെ, അത് നിങ്ങളൊന്ന് ചെയ്യോ? അപ്പൊ നോക്കി എല്ലാവരും. ഇവിടെ ഞാനൊരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്, അതൊന്ന് വേഗം എല്ലാവരും ചെയ്യാട്ടോ. അപ്പൊ ഞാൻ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു പ്രോബ്ലം 26 ഹരിക്കണം 5. അത് കുഴപ്പമില്ല, പെട്ടെന്ന് മെസ്സേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സമയം എടുത്ത് ചെയ്തോളൂ. എപ്പോഴാണെങ്കിലും ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ മെസ്സേജസ് ഒക്കെ, കുഴപ്പമില്ല. മെസ്സേജ് ചെയ്യലും നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പഠിച്ചാൽ മതി. അതാ നമുക്ക് വേണ്ട. നമ്മൾ ഈ ക്ലാസ്സിന്റെ ഉദ്ദേശം എന്താ? നമ്മൾ പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടണം. പക്ഷെ അത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. യെസ്, ശ്രീനന്ദ എല്ലാ ക്വസ്റ്റ്യൻസും ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും ഐ ഫുൾ ഫിനിഷ്ഡ്. യെസ്, എല്ലാവരും പറയുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? 26 ഹരിക്കണം 5. ഇതിന്റെ റിമൈൻഡർ ശേഷം എത്രയായിരിക്കും? അതൊന്ന് വേഗം പറഞ്ഞ എല്ലാവരും. റിമൈൻഡർ 26 ഹരിക്കണം 5 എന്ന് പറയുന്ന ഈ സംഖ്യയുടെ ശേഷം അല്ലെങ്കിൽ റിമൈൻഡർ അതൊന്ന് വേഗം പറഞ്ഞു. ഞാനിപ്പോ ഇടുന്നില്ല ആൻസർ. ആരുടെ ആദ്യം ഉത്തരം പറയണം നോക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് കോഷ്യന്റ് അല്ല കേട്ടോ, റിസൾട്ട് അല്ല ചോദിക്കുന്നത്, ശേഷമാണ് ചോദിക്കുന്നത്, റിമൈൻഡർ. അപ്പൊ നിങ്ങൾക്ക് ആ റിമൈൻഡർ എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ഐഡിയ കിട്ടുമോ എന്ന് അറിയാനാണ് ഞാനിപ്പോ ചോദിച്ചത്. വേഗം പറഞ്ഞു. ആദ്യം ആരാ പറയണം നോക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ശേഷം. വേഗം പറഞ്ഞോ. ആ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഈ മുകളിൽ എഴുതിയിട്ടുള്ളതിന്റെയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ മുകളിൽ എഴുതിയിട്ടുള്ള ഈ സംഖ്യയുടെ മുകളിൽ എഴുതിയിട്ടുള്ളതിന്റെ. ഓക്കെ, സോ ഹൃത്തിക ഇട്ടിട്ടുള്ളത് ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ ആണോ? ഹൃത്തിക ഇപ്പൊ ഇട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ക്വസ്റ്റ്യന്റെ ആണോ? യെസ്. ക്വസ്റ്റ്യന്റ് 5 റിമൈൻഡർ 1 എന്ന് ഹൃത്തിക ആൻസർ ഫസ്റ്റ് ആണ് ഇട്ടിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. അപ്പൊ ഹൃതികയാണ് നമുക്ക് ഫസ്റ്റ് ആൻസർ തന്നിട്ടുള്ളത്. ഞാൻ എന്താ ചോദിച്ചത് നിങ്ങളുടെ അടുത്ത്? റിമൈൻഡർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത് അല്ലേ? അപ്പൊ ഒന്ന് വേഗം നോക്കിയേ. ഞാൻ ചോദിച്ചത് ഏതാ? ഈ ഫസ്റ്റത്തെ ഈ പ്രോബ്ലത്തിന്റെ ആണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഈ പ്രോബ്ലത്തിന്റെ ആണ് ചോദിച്ചത്. അപ്പൊ എങ്ങനെയാണ് റിമൈൻഡർ കിട്ടുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ടത്. ബാക്കി എല്ലാവരും ആൻസേഴ്സ് ഇടുന്നുണ്ട് ഇപ്പോ. യെസ്, എല്ലാവരും ഇട്ടിട്ടുണ്ട് ആൻസേഴ്സ്. ഓക്കെ,
അപ്പൊ നിങ്ങളെല്ലാം 3 എന്ന് കോഷ്യന്റ് ഇടുന്നത് ഏതിന്റെ ആൻസർ ആണ്? ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുള്ളതിന്റെ ആണോ? ഞാൻ അതല്ല ചോദിച്ചത്. ഞാൻ മുകളിൽ അവിടെ 26 ഹരിക്കണം 5 എന്ന് പറയുന്ന ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഓൾറെഡി ഫിനിഷ്. യെസ്, വെരി ഗുഡ്. ഫിനിഷ് ചെയ്ത എല്ലാവരും എന്തായാലും നന്നായി. ഞാനപ്പോ ഷെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ഡിവിഷൻസും കൂടെ ആഡ് ചെയ്തിട്ടിടാം. യെസ് ആദിദേവ്, ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, അപ്പൊ എല്ലാവരും വേഗം വേഗം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം കിട്ടിയത് എങ്ങനെ. യെസ്, അപ്പൊ എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിക്കുക. കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എങ്ങനെ റിമൈൻഡർ കണ്ടുപിടിക്കാന്ന് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 26 ഹരിക്കണം 5. 26-ൽ എത്ര 5കൾ ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോണത്. ഈ 2 എന്ന് പറയുന്ന സംഖ്യയിൽ 5 പോവില്ല, കാരണം 2 എന്നത് 5-നേക്കാൾ ചെറിയ സംഖ്യയാണ്. അപ്പൊ ഈ മൊത്തത്തില് ഈ സംഖ്യ നമ്മൾ എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഏതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കണം? 5-ന്റെ. മനസ്സിലായോ? 1 ഗുണം 5 5, 2 ഗുണം 5 10. അങ്ങനെ നോക്കി വരുമ്പോ നമുക്ക് ഇവിടെ വരുന്നത് ഏറ്റവും വലിയ സംഖ്യ എത്രയായിരിക്കും? 5 ഗുണം 5 ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുക? 25 കിട്ടുക. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? 5 ഗുണം 5 25. അടുത്ത സംഖ്യ നോക്കിയാലോ? 6 ഗുണം 5 എന്ന് പറഞ്ഞാൽ 30 ആകും. ഓക്കെ, അപ്പോ 26-നേക്കാൾ വലിയ സംഖ്യയായി പോയത്. അത് പറ്റില്ല. നമുക്ക് എപ്പോഴും അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഡിവിഡൻഡ് ഏതാണോ സംഖ്യ അതിന്റെ ഏറ്റവും തൊട്ടടുത്ത് വരുന്ന ചെറിയ സംഖ്യയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ 26-ന് പകരം 29 ആയിരുന്നെങ്കിൽ പോലും നമ്മൾ തൊട്ടടുത്ത് എടുക്കുന്നത് 30 അല്ലേ എന്ന് വെച്ചിട്ട് 6 എടുക്കാൻ പാടില്ല. താഴെയുള്ള സംഖ്യ, ഏറ്റവും തട്ടെടുത്ത് വരുന്ന താഴെയുള്ള സംഖ്യ. അപ്പൊ 29 ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ ഏറ്റവും താഴെ വരുന്ന ചെറിയ സംഖ്യ 5-ല് ഹരിക്കാൻ പറ്റുന്നത് 25 ആണ്. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഒരിക്കലും എത്രയാണോ നമ്മുടെ ഡിവിഡൻഡ് അതിന്റെ മുകളിലേക്ക് പോകരുത്. ഓക്കെ, നമ്മുടെ ഡിവിഡൻഡില്, അതായത് ആ 26 എന്ന് പറഞ്ഞ ആ സംഖ്യയില് ഏതാണോ ഏറ്റവും ചെറുതായിട്ട് പോകുന്നത് അതിലാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ. സോ എല്ലാവരും കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. റിമൈൻഡർ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇപ്പോൾ വെരി ഗുഡ്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. 26-ൽ എത്ര 5 ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് 26-ല് 25 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 30. അപ്പൊ 25 വരെ വരുന്നത് മാത്രമേ നോക്കാൻ പാടുള്ളൂ. 30-ലേക്ക് പോവരുത്, കാരണം നമുക്ക് 26 ആണ് നമ്മുടെ സംഖ്യ. അപ്പോൾ ഏറ്റവും തൊട്ടടുത്ത് വരുന്നത് 25 ആണ്. 25-ല് നമുക്ക് 5 5 ആണ് ഉള്ളത് അല്ലെ? അപ്പൊ നമ്മള് 5 × 5 ഇവിടെ 25 എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1. അതാണ് നമ്മുടെ റിമൈൻഡർ അല്ലെങ്കിൽ ശേഷം. മനസ്സിലായോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇനി ആർക്കെങ്കിലും ഹരിക്കണതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇവിടെ തന്നിട്ടുള്ള പ്രോബ്ലംസിലൊന്നും റിമൈൻഡർ വരുന്നില്ല. അപ്പൊ ഞാൻ റിമൈൻഡറും കൂടി വരുന്ന രീതിയിലുള്ള ഒരു വർക്ക്ഷീറ്റും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒന്ന് വേഗം തംസപ്പെട്ടെ, വേഗം കേട്ടോ. ആരാ ഫസ്റ്റ് പറഞ്ഞത്? ആദിദേവ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ഓക്കെ, നൈസ്. ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഒരു എയിം എന്താ? നമുക്ക് മാത്സ് പഠിക്കണം, പെട്ടെന്ന് ചെയ്യാൻ പഠിക്കണം. ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ അഡ്മിഷന്റെ നിങ്ങൾക്കൊരു നമ്പർ തന്നിട്ടില്ലേ? കോൺടാക്ട് ഡീറ്റെയിൽസിനൊക്കെ നമ്മുടെ അഡ്മിഷൻ ടീമിന്റെ നമ്പർ തന്നിട്ടില്ലേ? ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ആരെങ്കിലും ഗ്രൂപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് ഗ്രൂപ്പിലത്തെ എല്ലാം നമ്മുടെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ അഡ്മിഷന്റെ ആ കോൺടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ.
പാരൻസിനോട് പറയുക. അപ്പം ആരെങ്കിലും ഇനി ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിങ്കൊക്കെ വരുന്ന ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിലായിരിക്കും നമുക്ക് എല്ലാതും വരുന്നത്. ആരെങ്കിലും അതിലില്ല എങ്കിൽ വേഗം നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ആയിക്കോളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പം എല്ലാവരും എന്താ തംസ് അപ്പ് ഒക്കെ ഇടുന്നുണ്ട്. വെരി ഗുഡ്. അപ്പം ഞാൻ വിചാരിക്കണു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? കൂടുതൽ കൂടുതൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കണം. മനസ്സിലായോ? അപ്പം നമ്മൾ അഡീഷൻ പഠിച്ചു, സബ്സ്ട്രാക്ഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, ഡിവിഷൻ പഠിച്ചു. ഐ ലൈക്ക് ദിസ് മാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് സാസീവ്. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ക്ലാസ് ഒക്കെ അറ്റൻഡൻസ് എടുക്കാം, നമുക്ക് കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇടാം കേട്ടോ അറ്റൻഡൻസിൻ്റെ ഞാൻ ഫോം ഇടാം, ആരും പേടിക്കണ്ട. ഓക്കെ, ഇപ്പോഴും എല്ലാവരും എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. 6ാമത്തെ ഉത്തരം 5 ആണെന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കൃഷി വെരി ഗുഡ്. സോ അപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് നമുക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യാം. സോ നമ്മുടെ ഈ ഓപ്പറേഷൻസ് പഠിച്ചു കഴിഞ്ഞു അല്ലേ നമ്മൾ. ഇനി എന്താ പഠിക്കാനുള്ളത് നമുക്ക്? യെസ്, അപ്പം നമുക്ക് നമ്മുടെ നമ്പേഴ്സിൻ്റെ ബേസിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് അഡീഷൻ പഠിച്ചു, സബ്സ്ട്രാക്ഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, ഡിവിഷൻ പഠിച്ചു. ഇതിനൊക്കെ മുന്നേ നമ്മൾ കുറേ തരത്തിലുള്ള നമ്പേഴ്സും പഠിച്ചു. ഇനി നമുക്ക് പ്രശ്നമുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കാൻ പോണേ. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത്. മനസ്സിലായോ? കാരണം നമ്മൾ ഇത്രയും നാൾ കേട്ടിട്ടുള്ള ഈ അഡീഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് ചെയ്യുന്നതാണ് അല്ലേ? പക്ഷേ അറ്റൻഡൻസ് എടുക്കാം കേട്ടോ, പേടിക്കേണ്ട, അറ്റൻഡൻസ് എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതായത് നിങ്ങൾക്ക് എൻട്രൻസിൽ എങ്ങനത്തെ ചോദ്യങ്ങൾ, എങ്ങനത്തെ ഉത്തരങ്ങളൊക്കെയാണ് ചെയ്യേണ്ടി വരിക എന്നുള്ളതിൻ്റെ ബേസിസിലുള്ള 6th ഗ്രേഡിൻ്റെ ക്ലാസ്സസിലേക്കാണ് നമ്മൾ ഇനി കൂടുതൽ ഇറങ്ങാൻ പോകുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഓടി വന്നിട്ട് നിങ്ങളുടെ ഇതാണ് പരീക്ഷ, അങ്ങനെയല്ല. നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്ത് പതുക്കെ തന്നെ പഠിച്ചു പോവാം, ആരും പേടിക്കണ്ട. ഇപ്പൊ ഭയങ്കര ഒരു സംഭവമാണ്, അയ്യോ മാത്സ് എന്നുള്ളൊരു ഫീലൊന്നും ആർക്കും വേണ്ട. എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ഉറപ്പിച്ചിട്ടേ പോവുള്ളൂ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെ കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്ത് നമുക്ക് പതുക്കെ പതുക്കെ പഠിച്ചു പോവാം. ഓക്കെ, യെസ്. യെസ്, അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ് ന്യൂമറിക് സിസ്റ്റം. ഇങ്ങനെ ഒരു വാക്ക് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ന്യൂമറിക് സിസ്റ്റം എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടോ? ന്യൂമറിക് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു വേർഡോ അല്ലെങ്കിൽ ഇതിനെ പറ്റി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എന്താണ്? വേഗം ഒന്ന് കമന്റ് ചെയ്തോട്ടോ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേൾക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ ഒന്ന് വേഗം കമന്റ് ചെയ്തേ. ഇല്ല, ഓക്കെ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കണത് അല്ലേ? നമ്മൾ 5ാം ക്ലാസ്സിൽ നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്ന ഒരു സാധനമാണ്. അപ്പം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ആരും കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഇപ്പോൾ പുതിയൊരു സാധനം അടിക്കാൻ പോണേ അല്ലേ? അപ്പം നമുക്ക് എപ്പോഴും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ? അങ്ങനെയല്ലേ എല്ലാവർക്കും? അറിയാത്തൊരു സാധനം പഠിക്കുക അല്ലെങ്കിൽ പുതിയൊരു സാധനം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യമല്ലേ? അല്ലേ? അങ്ങനെ ആവണം കേട്ടോ, എന്നാലാണ് നമുക്ക് കൂടുതൽ 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 പഠിക്കാൻ പറ്റുള്ളൂ. പുതിയൊരു സ്ഥലത്തേക്ക് ഇപ്പൊ നിങ്ങളുടെ വന്നിട്ട് അച്ഛൻ പറയാണ് നമുക്ക് നാളെ ഒരു സ്ഥലത്ത് പോവാം, നമ്മൾ ഇതുവരെ പോവാത്തൊരു സ്ഥലമാണത് എന്ന് പറയുമ്പോൾ ഹായ്, അവിടെ എന്തൊക്കെ ഉണ്ടാവുക, അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്യുക, എന്തൊക്കെ കാണാൻ പറ്റുക അല്ലേ? നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ആ സാധനം തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വരണം അല്ലെങ്കിൽ പഠിക്കണോടത്ത് വരണം. പുതിയൊരു സാധനം, ഹായ് ഞാൻ പുതിയതായിട്ട് എന്ത് പഠിക്കാൻ പോവാ, ആ ഒരു എക്സൈറ്റ്മെന്റില് ആ ഒരു ഇൻട്രസ്റ്റില് പഠിക്കാനിരുന്നാൽ നമുക്ക് നല്ല പോലെ പഠിക്കാൻ പറ്റും. അല്ലാതെ അടുത്തത് ഇത് എങ്ങനെ ഇത് തലയിൽ കയറ്റുക അങ്ങനെ വിചാരിച്ച ആരും പഠിക്കാതിരിക്കരുത് കേട്ടോ. അങ്ങനെ ഇരുന്നാൽ തന്നെ നമുക്ക് ഒന്നും പഠിക്കാൻ തോന്നില്ല. ഓക്കെ, നമുക്ക് എപ്പോഴും പുതിയ എന്തെങ്കിലും അറിവ് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഭയങ്കര നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാലാണ് നമുക്ക് നല്ല ആക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. എന്താണ് ന്യൂമറിക് സിസ്റ്റം?
അതായത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റൂൾസ് that are used to represent a number. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു സംഖ്യയെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളും ഗണിത നിയമങ്ങളും ഉള്ള ഒരു സമുച്ചയം. ഞാനിപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ ഇവിടെ നിന്ന് വായിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, അതെനിക്കറിയാം. അത് ഞാൻ ജസ്റ്റ് വായിച്ചു എന്നുള്ളൂ. ഓക്കെ, അതായത് നമുക്കൊരു സംഖ്യനെ റെപ്രസെൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ കുറേ എന്തുണ്ട്, റൂൾസ് ഉണ്ട് അല്ലേ? മാത്സിൽ നമുക്ക് 274 അല്ലെങ്കിൽ 455 ഇങ്ങനത്തെ കുറേ നമ്പറുകളുണ്ട്. നമുക്ക് ഈ നമ്പറുകളായിട്ട് തന്നെ ഇടാനും പറ്റും. പിന്നെ എങ്ങനെ എഴുതാൻ പറ്റും? വേർഡ്സിൽ എഴുതാനും പറ്റും. ആദിദേവ് ചോദിച്ചിട്ടുണ്ട് വൺസ് ടെൻസ് അതാണോന്ന്. അതും വരുന്നുണ്ട് കേട്ടോ, അതും വരുന്നുണ്ട്. ആദ്യം നമുക്ക് എങ്ങനെയാണ് നമ്പറുകളെ വേർഡ്സിൽ എഴുതുന്നതും നമ്പറുകളായിട്ട് ഇടാൻ പറ്റുന്നതും എന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സിനെ നമുക്ക് പല തരത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റില്ല. 8 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും ചെയ്തോളൂ. ആർക്കെങ്കിലും ഇനി ആ ക്വസ്റ്റ്യൻസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട. ഞാനിത് നിങ്ങൾക്ക് PPT ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പം ഞാൻ എന്താ പറഞ്ഞത്, നമ്പേഴ്സിനെ നമുക്ക് പലതരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. നമ്പറുകളായിട്ട് തന്നെ ഇടാം. 125 ഇന്ന് 125 എന്നുള്ളത് 1 2 5 അങ്ങനെ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 125 അല്ലേ? അല്ലെങ്കിൽ 125. അപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്? വേർഡ്സിൽ നമുക്ക് വലുതാക്കി എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് നമ്പേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ പല തരത്തിലും നമുക്ക് ഒരു നമ്പറുകളെ അല്ലെങ്കിൽ ഒരു സംഖ്യയെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊക്കെ ഒരു റൂൾ ഉണ്ട്. മാത്സിൽ എല്ലാത്തിനും റൂൾസ് വരുന്നുണ്ട്. ആ റൂളൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇതിനെ ചെയ്യാമെന്നുള്ളതിന്റെ ആ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആ മൊത്തം റൂളുകളുടെ ഒക്കെ ഒരു കൂട്ടത്തിനാണ് നമ്മൾ ന്യൂമറിക് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ അതിന്റെ ഒരു ഐഡിയ കിട്ടിയോ? എങ്ങനെ ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതിന്റെ മൊത്തത്തിലുള്ള കാര്യമാണ് ന്യൂമറിക് സിസ്റ്റത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂമറിക് സിസ്റ്റം പഠിച്ചു തുടങ്ങിയാലോ? മലയാളത്തിലാണെങ്കിൽ ഒരു സംഖ്യയെ റെപ്രസെന്റ് ചെയ്യാൻ, പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കണ അക്ഷരങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഗണിത നിയമങ്ങളും ഒക്കെയുള്ള ഒരു സിസ്റ്റം. യെസ്, ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ സിസ്റ്റം കറക്റ്റ് ആണ്. ശ്രീനന്ദ പറഞ്ഞിട്ടുണ്ട്, അത് കറക്റ്റ് ആണ്. ആൻഡ് വൺസ് ടെൻസ് അത് നേരത്തെ ആദിദേവും പറഞ്ഞിരുന്നു, അതും കറക്റ്റ് ആണ്. യെസ്. അപ്പൊ നോ പറയുന്നത് എന്താണ്? ക്ലിയർ ആയില്ല എന്നാണോ നോ പറയുന്നത്? ക്ലിയർ ആയില്ല എന്നുള്ളതാണ് നോ എന്ന് പറയുന്നതെങ്കിൽ പേടിക്കേണ്ട, നമുക്ക് ഒന്നും കൂടെ പറയാം. ഓക്കെ, യെസ്, ഒന്നുകൂടെ പറയാം. അപ്പോൾ ന്യൂമറിക് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു കൂട്ടമാക്കി വെച്ചേക്കാണ്. ആ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്പറുകളെ റെപ്രസെന്റ് ചെയ്യാനും എഴുതാനും ഉപയോഗിക്കാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, ആ സിസ്റ്റത്തിനെയാണ് ന്യൂമറിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതില് 2 തരത്തിലുള്ള സിസ്റ്റംസ് ഉണ്ട്. ഇന്ത്യൻ സിസ്റ്റം ഉണ്ട്, ഇന്റർനാഷണൽ സിസ്റ്റം ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ കുറെ നിയമങ്ങളുണ്ട് അല്ലെ? നമ്പേഴ്സിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്ന് കുറെ നിയമങ്ങളുണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യയുടെ ന്യൂമറിക് സിസ്റ്റം. ഇന്റർനാഷണലി നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേറൊരു രീതിയാണ്. അതാണ് ഇന്റർനാഷണൽ ന്യൂമറിക് സിസ്റ്റം. അപ്പൊ നമ്മൾ എങ്ങനെയാണോ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള നിയമങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ന്യൂമറിക് സിസ്റ്റം. മനസ്സിലായോ? എന്താണ്, എങ്ങനെയാണ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള മാത്സിൽ റൂൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാണ് ന്യൂമറിക് സിസ്റ്റം. ഒരു സമുച്ചയമാണ് ന്യൂമറിക് സിസ്റ്റം. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ ആണോ? ഒന്ന് വേഗം പറഞ്ഞേ.
വേഗം പറഞ്ഞോളൂ. ഇപ്പോഴും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഈ ഇന്ത്യൻ സിസ്റ്റവും ഇന്റർനാഷണൽ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും അല്ലേ? അതായത് നമുക്ക് കുറച്ച് സിസ്റ്റംസ് ഉണ്ട്, കുറച്ച് നിയമങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്ക് ഇന്ത്യൻ സിസ്റ്റത്തിൽ നമുക്ക് നമ്പറുകളെ പ്രത്യേക രീതിയിൽ മാത്രമാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടില് നമ്മൾ 10 ലക്ഷം എന്നുള്ളതിനെ 10 ലക്ഷം തന്നെ പറയാം അല്ലെ. ഒന്നിട്ടിട്ട് ഒരു 6 പൂജ്യം ഇടുകയാണെങ്കിൽ അത് 10 ലക്ഷമാണ്. പക്ഷേ ഇന്റർനാഷണലി നമ്മൾ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ ആ 10 ലക്ഷത്തിന് എന്താ പറയാ? 1 മില്യൺ എന്നാണ് പറയാ. മനസ്സിലായോ? അതാണ് ആ നിയമങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അത് 10 lakhs ആണെങ്കിൽ അവരതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 1 മില്യൺ എന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ നിയമങ്ങളെയാണ് നമ്മൾ ഈ ന്യൂമറിക് സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ന്യൂമറിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ വാക്കുകളും അല്ലെങ്കിൽ കുറേ നിയമങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കാണെന്ന് വിചാരിക്കുക. ആ ബുക്കിലുള്ള പോലത്തെ നിയമങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോ 7 എന്ന് എഴുതിയിട്ട് അതിന് 6 എന്ന് വായിക്കാൻ പറ്റുമോ? ഇല്ല. അതെന്തുകൊണ്ടാ? അത് 7 ആണ്. അങ്ങനെയാണ് അതിന്റെ വാല്യൂ, അങ്ങനെയാണ് അതിന്റെ വേർഡ്. 7 എന്നുള്ളൊരു വേർഡ് അതിന് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? 8 അതിനെ 8 അല്ലെങ്കിൽ 8 എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് അതിന്റെ നിയമമാണ്. 8 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് 8 എന്നാണ് വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ 678 എന്ന് എഴുതിയിട്ട് ഞാനതിനെ 675 എന്ന് വായിക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് എല്ലാ വേർഡ്സിനും എല്ലാ നമ്പേഴ്സിനും ഒരു പേരുകളുണ്ട് അല്ല. അപ്പൊ അങ്ങനത്തെ എല്ലാ പേരുകളും എങ്ങനെയൊക്കെ നമ്പറുകളെ ഉൾപ്പെടുത്തണം, എങ്ങനെയൊക്കെ നമ്പറുകളെ റെപ്രസെന്റ് ചെയ്യണം, എങ്ങനെയൊക്കെ നമ്പറുകളെ ഉപയോഗിക്കണം, എവിടെയൊക്കെ നമ്പറുകളെ ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളും എങ്ങനെ എന്തൊക്കെ ക്യാരക്ടറുകൾ ഉപയോഗിച്ചിട്ട് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാണ് ന്യൂമറിക് സിസ്റ്റം. മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആണോ? അതായത് ഓരോന്നിനും ഓരോ പേരുകളുണ്ട്, ഓരോന്നിനെയും എഴുതേണ്ട രീതികളുണ്ട്, ഓരോ നമ്പറുകളെയും പറയേണ്ട രീതികളുണ്ട്. ആ രീതികൾ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിലും ഇന്റർനാഷണൽ സിസ്റ്റത്തിലും വ്യത്യാസമുണ്ട്. അപ്പൊ അന്താരാഷ്ട്ര സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞ പോലെ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ അവര് 1 മില്യൺ എന്നാ പറയുള്ളൂ അല്ലേ? അപ്പോ അങ്ങനത്തെ ചേഞ്ചസ് ഉള്ള സിസ്റ്റംസ് ആണ് ഇന്ത്യൻ സിസ്റ്റവും ഇന്റർനാഷണൽ സിസ്റ്റവും. ഇപ്പൊ ക്ലിയർ ആണോ? ഇനി ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. എങ്ങനെയൊക്കെ നമ്പറുകളെ പറ്റി എഴുതാം, പറയാം, ഉപയോഗിക്കാം, എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള എല്ലാ നിയമങ്ങളും, എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ട്, എന്തൊക്കെ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ന്യൂമറിക് സിസ്റ്റത്തിൽ പറയുന്നത്. കാരണം 5 എന്നുള്ളതിനെ ഒരു ഉദാഹരണത്തിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 5 എന്നുള്ളതിനെ ഇംഗ്ലീഷിൽ നമ്മൾ 5 എന്ന് പറയും അല്ലെ. പക്ഷെ 50 എന്ന് പറഞ്ഞാലോ അത് 50 അല്ല അല്ലെ, 50 ആണ്. മനസ്സിലായോ? അപ്പൊ അത് അങ്ങനത്തെ നിയമങ്ങൾ വെച്ചിട്ട് നമുക്ക് അതിനെ 50 എന്നാണ് എഴുതാൻ പറ്റുള്ളൂ. 50 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതൊക്കെയാണ് നിയമങ്ങൾ. 50 എന്നുള്ളതിനെ 50 അങ്ങനെ ഒരു പേരിലാണ് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. 5 അതിന്റെ കൂടെ 0 ഇട്ടാൽ 50 ആണ്. അതുപോലെ എല്ലാവർക്കും പ്രശ്നം വരുന്ന ഒരു സാധനമാണ് 8 കഴിഞ്ഞ് 0 ഇട്ടാൽ 80 അല്ലെ. 9 കഴിഞ്ഞ് 0 ഇട്ടാൽ എന്താ? അത് 9 ആണോ? അല്ല, 90 ആണ്. മനസ്സിലായോ? അങ്ങനെ കുറെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്ന സാധനമാണ് ഈ 90ഉം 900 ഒക്കെ. ഭയങ്കര പ്രശ്നം അവിടെ. നമ്മുടെ വിചാരം, പണ്ടൊക്കെ ഞാനും വിചാരിച്ചിരുന്നു കേട്ടോ, 90 എന്ന് പറയുന്നത് 100-നേക്കാൾ വലുതായിരുന്നു. മനസ്സിലായോ? അത് മിക്ക കുട്ടികൾക്കും പറഞ്ഞ ഒരു മിസ്റ്റേക്കാ. ഞാനും വിചാരിച്ചിരുന്നു. കാരണം 90 എന്ന് പറഞ്ഞാൽ അയ്യോ 90 വലിയ എന്തോ സംഭവമാണ് സംഖ്യ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അല്ല, അത് 90 എന്ന് പറഞ്ഞാൽ 90 ആണ്. ഓക്കെ, 100-നേക്കാൾ താഴെയുള്ളതാണത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഓരോ നമ്പറുകളെയും ഓരോ വേർഡ്സിനെയും ഓരോ കാര്യങ്ങളെയും പ്രത്യേക തരത്തിലേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞാൽ അത് ആ നമ്പർ ആകില്ല. അതിനെയാണ് നമ്മൾ ഈ ന്യൂമറിക് സിസ്റ്റം എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ള നിയമങ്ങൾ. മനസ്സിലായല്ലോ? ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇപ്പോ 90 100-നേക്കാൾ വലുതാണെന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ മാറ്റിക്കോട്ടാ. 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 100-നേക്കാൾ ചെറുതാ. അപ്പൊ ചിലപ്പോ വലിയ ചേട്ടന്മാരൊക്കെ നമ്മളെ പറ്റിക്കും.
ഞാൻ നിനക്ക് 90 രൂപ തരാം, നീ എൻ്റെ 100 രൂപ എനിക്ക് തരുമോ? അപ്പൊ നമ്മളായിരിക്കും 90 വലിയ സംഖ്യ, ഞാൻ 100 തരാം, എനിക്ക് 90 താ. ആരും പറയരുത് കേട്ടോ, 90 എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയാണ് 100-നേക്കാളും. ആരും നമ്മളെ പറ്റിക്കാൻ സമ്മതിക്കരുത്. അതുപോലെ 900 എന്ന് പറഞ്ഞാൽ 1000-ത്തേക്കാൾ താഴെയാ, 900 ആണ് 900. ഓക്കെ, അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് നമ്മുടെ ന്യൂമറിക് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സിസ്റ്റം ഉണ്ട്, ഇന്റർനാഷണൽ സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് എല്ലാവരും ഐഡിയ കിട്ടിയില്ലേ എന്താണ് ന്യൂമറിക് സിസ്റ്റം എന്ന്? ഓക്കെ, ആർക്കാണ് നെറ്റ്വർക്ക് ഇല്ല എന്ന് പറയുന്നത്? എനിക്ക് നെറ്റ്വർക്ക് ഇല്ല എന്നാണോ പറയുന്നത്, അതോ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഇല്ല എന്നാണോ പറയുന്നത്? എല്ലാവരും ക്ലിയർ ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അതാണ് നമ്മുടെ ന്യൂമറിക് സിസ്റ്റം. എങ്ങനെയൊക്കെ നമ്പറുകൾ എഴുതാം, എങ്ങനെയൊക്കെ നമ്പറുകളെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു റൂള്, നിയമങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ബുക്ക് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ആ ബുക്കിൽ എല്ലാ നിയമമുണ്ട്. അതാണ് ന്യൂമറിക് സിസ്റ്റം. ഓക്കെ, സോ ഇനി ഇന്ത്യൻ സിസ്റ്റമും ഉണ്ട്, ഇന്റർനാഷണൽ സിസ്റ്റമും ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മൾ 10 ലക്ഷം, 1 കോടി, 10 കോടി എന്ന് പറയുന്നത് അവർക്ക് 1 മില്യൺ, 10 മില്യൺ, 100 മില്യൺ അല്ലെങ്കിൽ 1 ബില്യൺ, അങ്ങനെയൊക്കെയാണ് ചേഞ്ച് വരുന്നത്. ഞാൻ പെട്ടെന്ന് ഒരു ഈ എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ, നമുക്ക് അതിനെ പറ്റി കൂടുതൽ പഠിക്കാം. ഓക്കെ, യെസ്. ഓക്കെ മിസ്, എനിക്ക് എന്താ എനിക്ക് ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഓക്കെ ഓക്കെ, ക്ലിയർ ആയി എന്ന് പറയുന്നുണ്ട് എല്ലാവരും. ഇനി ആർക്കെങ്കിലും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വീണ്ടും പറയാം. ആരും പേടിക്കേണ്ട, എല്ലാവർക്കും മനസ്സിലാക്കി വെച്ചിട്ട് ഞാൻ പോണുള്ളൂ ഇവിടുന്ന്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വീണ്ടും വരും. ഓക്കെ, യെസ്. ഓക്കെ, സോ ന്യൂമറിക് സിസ്റ്റത്തില് ഇന്ത്യൻ സിസ്റ്റം ഇതാണ് ഞാൻ പറഞ്ഞത്. 275, 275. ഇതിനെ ഇംഗ്ലീഷില് നമ്മൾ എങ്ങനെയാണ് എഴുതുക? 275. ആ 275 എന്ന് പറഞ്ഞെങ്കിൽ 275 എന്ന് പറയുന്ന ആ നമ്പറിനെ ഇങ്ങനെ മാത്രമേ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ ഇതിനെ ഞാനിവിടെ വെറുതെ വന്നിട്ട് 275 എന്ന് ഞാനിവിടെ വെറുതെ എഴുതിയാൽ അത് 275 ആവുമോ? ഇല്ല. ഒരു മിനിറ്റ് നോക്കിക്കോളോ. 450 ഇതിന് ഞാനിവിടെ 450 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് 450 ആണോ? അല്ല. ഇതിന് ഞാൻ എന്ത് എഴുതണം? 450. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ നിയമങ്ങൾ. നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഓക്കെ, വോയിസ് മെസ്സേജ് ഇടാൻ പറ്റുമെന്നാണല്ലേ പറഞ്ഞത്. വോയിസ് മെസ്സേജ് ഇട്ടാൽ എനിക്കിപ്പോൾ കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾക്ക് മെസ്സേജ് മതി. ഓക്കെ, സാരില്ല. നമുക്കിപ്പോൾ ചിലപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ കേൾക്കാൻ സമയം കിട്ടില്ല, അതുകൊണ്ട് എല്ലാവരും മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പഠിച്ചിട്ടുള്ളത് 4 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് 4 ആണ്. 5 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനെ FYVE അത് 5 ആണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ മലയാളത്തിലാണെങ്കിലോ ഇതിനെ ഞാൻ ഒരു നമ്പർ ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. 372. ഇതിനെ 372 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് 372 ആവുമോ? ഇല്ല. അപ്പൊ അതാണ് നമ്മുടെ നിയമങ്ങൾ. ഓരോ നമ്പറിനെയും എന്തൊക്കെ വേർഡ്സ് ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യണം, എങ്ങനെയാണ് ഒരു വലിയ നമ്പറിനെയായാലും ചെറിയ നമ്പറിനെയായാലും വാട്ടെവർ അതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള നിയമങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമുച്ചയമാണ് ന്യൂമറിക് സിസ്റ്റം. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവർക്കും ഇതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയോ? അപ്പോൾ ഞാനിവിടെ കുറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 275 ഇത് ഒരുമിച്ച് എഴുതിയാൽ 275 ആണ്. അതായത് 275 ആണ്. ഇനി 8275. ഓക്കെ, ഞാൻ ഇന്ന് അതിലേക്ക് പോകുന്നില്ല. നമുക്ക് ഇന്ന് ഹൺഡ്രഡ്സിന്റെ കാര്യങ്ങൾ മാത്രം പഠിക്കാം. അടുത്തത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഓക്കെ, ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതുന്നുണ്ടല്ലോ. 143. ഇതിനെന്താ പറയാ? 143. ഇതിനെന്താ നമ്മൾ പറയുന്നത്?
143. അങ്ങനെയല്ല എഴുതുക, അല്ലാതെ 143 എന്ന് എഴുതി കഴിഞ്ഞാൽ 143 ആവുമോ? ഇല്ല. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ നിയമങ്ങൾ. ഇവിടെ എല്ലാവരും എങ്ങനെയാണ് വോയിസ് അയക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ? സ്പേസ് കീയിൽ ഹോൾഡ് ചെയ്താൽ വോയിസ് അയക്കാം. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പൊ നമ്മളൊന്ന് ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ എങ്ങനെയാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കണതെന്നൊന്ന് നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് ഈ നിയമം മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒന്ന് വേഗം കമന്റ് ചെയ്തേ. ഇതാണ് നമ്മുടെ നിയമങ്ങൾ. 275 നമ്മൾ എപ്പോഴും 275 അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ 275 അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ പഠിച്ചേക്കണത് പോലെ 275 അല്ലെങ്കിൽ 275 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് 275 ആകില്ല. അപ്പോൾ വാക്കുകളെ എങ്ങനെ കൂട്ടി യോജിപ്പിച്ച് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ പഠിച്ചത്. മനസ്സിലായോ? ഫസ്റ്റ് നമ്മളിവിടെ പഠിക്കുന്നത് വാക്കുകളെ എങ്ങനെ കൂട്ടി യോജിപ്പിച്ച് എഴുതാം. ഇപ്പൊ 5, 4, 3 എന്നുള്ള ഒരു നമ്പർ വരികയാണെങ്കിൽ അതിനെ എങ്ങനെ കൂട്ടി യോജിപ്പിക്കാം? ഇംഗ്ലീഷിലാണെങ്കിൽ 543. അങ്ങനെയാണ് 5, 4, 3 എന്നുള്ള ഒരു സംഖ്യ നമ്മൾ എഴുതുന്നത്. മലയാളത്തിലാണെങ്കിൽ 543 അല്ലേ? ഒരിക്കലും 5, 4, 3 എന്നുള്ളതിനെ 543 എന്ന് എഴുതരുത്. അല്ലെങ്കിൽ 5, 4, 3 അങ്ങനെ മലയാളത്തിൽ എഴുതി വെക്കരുത്. നിങ്ങൾക്ക് ഇത് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് കുറച്ചും കൂടി വലിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ 3, 2, 4 ഇതിനെ നമ്മൾ എങ്ങനെ എഴുതണം? 3, 2, 4 എന്ന് എഴുതാൻ പാടില്ല. 324. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എപ്പോഴൊക്കെയാണ് 100 ആകുന്നത്, അത് കഴിഞ്ഞ് എപ്പോഴാണ് 1000 ആകുന്നത്, അത് കഴിഞ്ഞപ്പോഴാണ് 10,000 ആകുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഇനി പഠിക്കാനുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാ പറഞ്ഞിട്ടുള്ളൂ. അതായത് എങ്ങനെയാണ് ഒരു 100നെ തിരിച്ചറിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു 1000നെ തിരിച്ചറിയുക, 10,000 എങ്ങനെയാണ് തിരിച്ചറിയുക, ലാക്ക് എങ്ങനെയാണ് തിരിച്ചറിയുക, ക്രോർ എങ്ങനെയാണ് തിരിച്ചറിയുക, അതാണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം അറിയാലോ, 3 ഡിജിറ്റ് ഉണ്ടെങ്കിൽ അത് 100 ആണെന്ന് നമുക്കറിയാലോ അല്ലേ? ഇനി മുകളിലേക്ക് പോകും തോറും എങ്ങനെയാണ് അറിയാന്നുള്ളതിനെ അറിയണമെങ്കിൽ നമ്മൾ പ്ലേസ് വാല്യൂ പഠിക്കണം. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ അതിനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അതവിടെ തൽക്കാലം നിർത്തിയിട്ട് ഇപ്പൊ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. 3 ഡിജിറ്റ് ഉള്ള ഈ 100സിനൊക്കെ എഴുതുമ്പോൾ 100 എന്നുള്ള വാക്കിൽ നിന്ന് വേണം തുടങ്ങാൻ. 1 ആണ് ആദ്യം കിടക്കുന്നതെങ്കിൽ 100, 2 ആണ് ആദ്യം കിടക്കുന്നതെങ്കിൽ 200, 5 ആണ് കിടക്കുന്നതെങ്കിൽ 500, 9 ആണ് ആദ്യം കിടക്കുന്ന നമ്പർ എങ്കിൽ 900. അങ്ങനെ വേണം തുടങ്ങാൻ. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആണെങ്കിൽ വേഗം ഒരു തംസപ്പ് ഇട്ടോ, ഒന്നാക്കണ്ട കൂടുതൽ ഇട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തോരം മനസ്സിലായി. ഇപ്പൊ ഓൾറെഡി കുറെ പേരൊക്കെ ക്ലിയർ ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. സോ വേഗം എല്ലാവരും തംസപ്പ് ഇട്ടോളൂ. വേഗം തംസപ്പ് ഇട്ടോ. യെസ്, വെരി ഗുഡ്. അപ്പൊ അതെല്ലാവരും തംസപ്പ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. യെസ്. അപ്പൊ ഇതാണ് നമ്മള് നമ്മുടെ നിയമങ്ങളെ പറ്റി പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ആ ന്യൂമറിക് സിസ്റ്റത്തിന്റെ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇപ്പോ വേഗം തംസപ്പെട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് പഠിച്ചതൊക്കെ മനസ്സിലായി എന്നൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോവാം. സോ നമുക്കിനി നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ.